ഫെബ്രുവരി 12 നടക്കാനിരിക്കുന്ന പൊതു തിരഞ്ഞെടുപ്പിലൂടെ ബംഗ്ലാദേശ് വീണ്ടും ഒരു നിർണായക രാഷ്ട്രീയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ആഭ്യന്തരമായി ഏറെ നാളായി ചർച്ച ചെയ്യപ്പെടുന്ന ഈ തിരഞ്ഞെടുപ്പ് രാജ്യത്തിന്റെ ജനാധിപത്യ വിശ്വാസ്യതയും അന്താരാഷ്ട്ര അംഗീകാരവും ഒരേ സമയം പരീക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ പരീക്ഷണമായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെ ചുറ്റിപ്പറ്റിയ വിവാദങ്ങളും വിമർശനങ്ങളും ഇപ്പോഴും പൂർണ്ണമായി മാഞ്ഞിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഇത്തവണത്തെ വോട്ടെടുപ്പ് കൂടുതൽ സുതാര്യവും വിശ്വാസ്യതയുള്ളതുമാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ബംഗ്ലാദേശ്, ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളെയും അന്താരാഷ്ട്ര സംഘടനകളെയും തിരഞ്ഞെടുപ്പ് നിരീക്ഷകരായി ക്ഷണിച്ചിരിക്കുന്നത് പ്രത്യേക ശ്രദ്ധ നേടുകയാണ്. ബംഗ്ലാദേശ്, ഇന്ത്യ ഉൾപ്പെടെ ഒരു ഡസനിലധികം രാജ്യങ്ങളെയും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ പോലുള്ള കൂട്ടായ്മകളെയും യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള മിഷനുകളെയും നിരവധി സ്വതന്ത്ര വ്യക്തികളെയും തിരഞ്ഞെടുപ്പ് നിരീക്ഷണത്തിനായി ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടുണ്ട്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ AMM നാസറുദ്ദീൻ അയച്ച ക്ഷണക്കത്ത് പ്രകാരം ഇന്ത്യ, നേപ്പാൾ, ഓസ്ട്രേലിയ, ബ്രസീൽ, കാനഡ, ഈജിപ്ത്, ഫ്രാൻസ്, കുവൈറ്റ്, മൊറോക്കോ, നൈജീരിയ, റൊമാനിയ എന്നിവയുൾപ്പെടെ 16 രാജ്യങ്ങളെയാണ് വോട്ടെടുപ്പ് നിരീക്ഷിക്കാൻ ക്ഷണിച്ചിരിക്കുന്നത്. ന്യൂഡൽഹി ഇതുവരെ പങ്കാളിത്തം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും മൊത്തത്തിൽ 330-ലധികം അന്താരാഷ്ട്ര നിരീക്ഷകർ ബംഗ്ലാദേശിലേക്ക് എത്തുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. അന്താരാഷ്ട്ര സംഘടനകളുടെ പങ്കാളിത്തവും ഈ തിരഞ്ഞെടുപ്പിന് കൂടുതൽ ഭാരം നൽകുന്നു. OIC ഉൾപ്പെടെ കുറഞ്ഞത് 6 അന്താരാഷ്ട്ര ഗ്രൂപ്പുകൾ തിരഞ്ഞെടുപ്പിനായി 5 ഡസനിലധികം നിരീക്ഷകരെ വിന്യസിക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. OICയുടെ 2-അംഗ പ്രതിനിധി സംഘത്തെ അവരുടെ തിരഞ്ഞെടുപ്പ് നിരീക്ഷണ യൂണിറ്റ് മേധാവിയായ ഷാക്കിർ മഹമ്മൂദ് ബന്ദർ നയിക്കും. ഇതിനു പുറമെ ഏഷ്യൻ നെറ്റ്വർക്ക് ഫോർ ഫ്രീ ഇലക്ഷൻസ്, കോമൺവെൽത്ത് സെക്രട്ടേറിയറ്റ്, അമേരിക്ക ആസ്ഥാനമായുള്ള ഇന്റർനാഷണൽ റിപ്പബ്ലിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, നാഷണൽ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയ സംഘടനകളും നിരീക്ഷകരെ അയക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. വിവിധ മനുഷ്യാവകാശ ഗവേഷണ നയതന്ത്ര സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വ്യക്തികളും ഈ നിരീക്ഷണ പ്രക്രിയയിൽ പങ്കാളികളാകും. അന്താരാഷ്ട്ര നിരീക്ഷകരുടെ എണ്ണം ഇനിയും വർദ്ധിക്കാമെന്ന് സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. അന്താരാഷ്ട്ര നിരീക്ഷക സന്ദർശനങ്ങളുടെ ഏകോപനത്തിന് മേൽനോട്ടം വഹിക്കുന്ന സീനിയർ സെക്രട്ടറി ലാമിയ മുർഷെഡിന്റെ വാക്കുകളിൽ ക്ഷണിക്കപ്പെട്ട ചില രാജ്യങ്ങൾ അവരുടെ പ്രതിനിധികളുടെ പേരുകൾ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ലാത്തതിനാൽ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കൂടുതൽ നിരീക്ഷകർ എത്താൻ സാധ്യതയുണ്ട്. മുഹമ്മദ് യൂനസിന്റെ ഓഫീസിൽ നിന്നുള്ള പ്രസ്താവനയനുസരിച്ച് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിനായി സ്ഥിരീകരിച്ച അന്താരാഷ്ട്ര നിരീക്ഷകരുടെ എണ്ണം 2024 ജനുവരി 7 നടന്ന വിവാദപരമായ പൊതു തെരഞ്ഞെടുപ്പിനേക്കാൾ ഇരട്ടിയിലധികമാണ്. 12-ാം പൊതു തെരഞ്ഞെടുപ്പിൽ 158 അന്താരാഷ്ട്ര നിരീക്ഷകരും 11-ാമത്തേതിൽ 125 പേരും 10-ാമത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ വെറും 4 നിരീക്ഷകരുമാണ് ഉണ്ടായിരുന്നത് എന്ന പശ്ചാത്തലത്തിൽ ഈ വർധന ശ്രദ്ധേയമാണ്. അതേസമയം തെരഞ്ഞെടുപ്പ് നിരീക്ഷണം മാത്രം മതിയാകുമോ എന്ന ചോദ്യവും വിമർശകർ ഉയർത്തുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ദിവസം നടക്കുന്ന ക്രമക്കേടുകൾ മാത്രമേ നിരീക്ഷകർക്ക് കണ്ടെത്താനാകൂ എന്നും തെരഞ്ഞെടുപ്പിന് മുൻപേ കോടതികളെയും തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെയും മാധ്യമങ്ങളെയും സ്വാധീനിച്ചുള്ള ഇടപെടലുകൾ പലപ്പോഴും ഈ നിരീക്ഷണത്തിന്റെ പരിധിക്ക് പുറത്തായി പോകുന്നുവെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. അതിനാൽ അന്താരാഷ്ട്ര നിരീക്ഷകരുടെ സാന്നിധ്യം തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുമെങ്കിലും ജനാധിപത്യത്തിന്റെ യഥാർത്ഥ ശക്തി തെരഞ്ഞെടുപ്പ് ദിനത്തിന് അപ്പുറത്തുള്ള രാഷ്ട്രീയ അന്തരീക്ഷത്തിലാണ് ആശ്രയിക്കുന്നതെന്ന വിലയിരുത്തലും ശക്തമാണ്. ഇതെല്ലാം ചേർന്നാൽ ഫെബ്രുവരി 12 നടക്കുന്ന ബംഗ്ലാദേശ് പൊതു തെരഞ്ഞെടുപ്പ് ഒരു ആഭ്യന്തര രാഷ്ട്രീയ സംഭവമായി മാത്രം ചുരുക്കാനാവില്ല. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെയും വിവിധ അന്താരാഷ്ട്ര സംഘടനകളുടെയും സാന്നിധ്യം ഈ തെരഞ്ഞെടുപ്പിന് ആഗോള ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു ജനാധിപത്യ പരീക്ഷണമാക്കി മാറ്റുന്നു. ഫലം എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ബംഗ്ലാദേശിന്റെ ജനാധിപത്യ പ്രതിച്ഛായയും അന്താരാഷ്ട്ര ബന്ധങ്ങളും ദീർഘകാലത്തേക്ക് സ്വാധീനിക്കുന്ന ഒരു ചരിത്രഘട്ടമായി രേഖപ്പെടുത്തപ്പെടുമെന്ന് തീർച്ചയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.